100% സപ്പോർട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ താമസിച്ചു പോയെന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഇത് നമ്മളങ്ങോട്ട് ചെന്ന് ചെയ്തതല്ലല്ലോ. നമ്മളെന്നും എല്ലാ കാലത്തും സമാധാനമായിട്ടേ നമ്മൾ നിന്നുള്ളൂ. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യയെ സ്നേഹിച്ച് ജീവിച്ചാൽ അത് അവർക്ക് സുരക്ഷിതമാണ്. അതിനകത്ത് വ്യത്യാസമില്ല. എന്നാൽ നേരെ മറിച്ച് പാകിസ്ഥാനിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻ്റെയോ ഇല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ അവസ്ഥ തന്നെ ആ അവസ്ഥയൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏത് മതസ്ഥനും ഇന്ത്യയെ സുരക്ഷയായിട്ട് ജീവിക്കാം. അതാണ് നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരവും. നമ്മുടെ ഗവൺമെൻറ് അത് ചെയ്യേണ്ട രീതി കൂടെ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്, സൈന്യത്തിന് അതിനുള്ള പവറുണ്ട്. മോദി ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ സൈന്യത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. സൈന്യത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെന്തെല്ലാം പ്രിക്കോഷൻസ് എടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റില്ലോ. പക്ഷേ നമുക്കിതിനെല്ലാം വേണ്ട ഒരു ബ്ലൂ പ്രിൻ്റ് നേരത്തെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് അതിനുള്ളൊരു സംവിധാനമുണ്ട്. സൈനിക സംവിധാനം അങ്ങനെയാണ്. ഇങ്ങോട്ട് അടിച്ചാൽ നമ്മൾ അങ്ങോട്ട് അടിച്ചിരിക്കും. അത്ര തന്നെ. നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ തിരിച്ചടി. ആ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ വേണ്ടി ഈ നിലപാട് ഇന്ത്യ എന്നുള്ള നിലയിലും അഭിമാന പുരസ്കരമാണെന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. നമ്മുടെ 26 ആണുങ്ങളെയാണ് അവർ തട്ടിയേക്കുന്നത്. ഇത് 26 വിധവകളാണ്. അതിനെതിരെ പണി കൊടുത്തേ പറ്റത്തുള്ളൂ. അത് രാഷ്ട്രീയമില്ല ഇതിനകത്ത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബലവാ. ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കണമെന്നുള്ളത്. അതെന്നാവും എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. അടിച്ചാൽ തിരിച്ചടിക്കണം, അന്നേരം കൊടുത്തേക്കണം, അപ്പം വിഷയം തീരും. നല്ല സന്തോഷമുണ്ട്. തിരിച്ച് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് തിരിച്ചടിക്കണമെന്ന്. പാകിസ്ഥാനെതിരെ നമ്മളുടെ ആൾക്കാരെല്ലാം കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ജനതയോട് അവന്മാർ കാണിച്ചതിനുള്ള പ്രതികാരം കൊടുക്കുക. അത് നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ കൊടുക്കണമെന്നുള്ളതായിരുന്നു.